അപ്പോൾ ഞാനതിനുള്ള പച്ചരിയെല്ലാം കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങ, ചെറിയുള്ളി, ചോറ്, പെരുംജീരകം അതെല്ലാം ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അരിച്ചിട്ട് വേഗം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളെ അരി അരച്ചിട്ടുണ്ട്. ഞാൻ അതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് സമയം വെക്കാം. ഇത് കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ. ഇനി ഇതിനുള്ള കറി റെഡിയാക്കാം നമുക്ക്. 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി അതെല്ലാം എടുക്കട്ടെ. ഇതെല്ലാം ഒന്ന് വേഗം കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടാം. അപ്പോൾ അത് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഉള്ളിക്കറി, ഉള്ളിത്തക്കാളിക്കറി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് വലിയ ഉള്ളി, നല്ലോണം വാട്ടുക. ഇതിലും കുറച്ച് ഉപ്പ് ഇടുക. അപ്പോൾ ഇത് നല്ലോണം വാടട്ടെ. ഇപ്പോഴൊക്കെ നമുക്ക് ദോശ ചുടാം. പാന് ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് വരട്ടാം. അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം. തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് ദോശ റെഡിയാകുന്നുണ്ട്. ദോശ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ
തക്കാളി നല്ലോണം വാടട്ടെ. ഇത് നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയെല്ലാം നല്ലോണം വേവണം. അങ്ങനെ തക്കാളിയെല്ലാം നല്ലോണം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, നല്ലോണം ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെക്കുക. ഒരു മുട്ട, രണ്ടാമത്തെ മുട്ട, 2 മുട്ട. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ദോശ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ദോശയും കറിയും റെഡിയായി. അല്ലൂട്ടനായിരുന്നു ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഇന്ന് കറണ്ട് ഉണ്ടായിട്ടില്ല. ഇന്ന് ഉച്ചക്ക് അതുകൊണ്ട് സ്പെഷ്യല് അങ്ങനെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ചോറ് തന്നു. ഇനി അതുകൊണ്ട് രാത്രിയേക്കുള്ള ഭക്ഷണം. അപ്പോൾ മീനുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മീനൊന്ന് വറക്കാം. അപ്പോൾ ഏതാ മീനെന്ന് കാണിച്ചു തരാം. ഇതാണ് മീൻ. ഇതിൻ്റെ പേരെന്തെന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ മീനാണ് വറക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെഡിയാക്കാം. അപ്പോൾ രാവിലെ 9 മണിക്ക് കറണ്ട് പോയതാ. അപ്പോൾ ഇതാ 7 മണി ആവാനായി. ഇപ്പാണ് കറണ്ട് വന്നത്. അപ്പോൾ നമുക്ക് മീൻ വറക്കാം. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിടാം. പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക്
വെളിച്ചെണ്ണ വയ്ക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടും. ഇനി മീന് വറുക്കാം. അങ്ങനെ മീന് പൊരിയട്ടെ. അപ്പം നമുക്ക് അവിയലുണ്ടാക്കാം. അപ്പോൾ അവിയലുണ്ടാക്കാൻ എൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കും. മുരിങ്ങയുണ്ട്, പച്ചക്കായുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒരു കഷ്ണം ചേനയുണ്ട്. അപ്പോൾ ഇത് വേഗം കട്ട് ചെയ്ത് എടുക്കാം. അപ്പം എൻ്റെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് വേവട്ടെ. എൻ്റെ മീൻ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗമായി ഞാൻ തിരിച്ചിട്ട് മീൻ റെഡിയായി. അവിയലിന് വേണ്ട തേങ്ങയും ഒരു പച്ചമുളകും, കുറച്ച് പച്ചക്കറി ഉള്ളതുകൊണ്ട് കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും. നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വേഗം വരാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. അപ്പം അത് മൂന്നും കൂടി ചതച്ചിട്ട് വേഗം വരാം. നമ്മളെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം വെന്തിന് ചതച്ച് വെച്ച തേങ്ങ ഇതിലിടാം. നല്ലോണം നടക്കാം. നമ്മളെ അവിയൽ റെഡിയായി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ അങ്ങനെ എൻ്റെ അവിയൽ റെഡിയായി. മീൻ വറുത്തതും റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയത്തെ ഭക്ഷണം. ചോറ് ഉച്ചയ്ക്ക് ഉണ്ടാക്കി, ചോറുണ്ടാക്കണ്ട. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.